വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററാണ്. സയൻസ് ആണ് എടുക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചലനത്തിനൊപ്പം എന്നാണ്. അപ്പോൾ എന്തൊക്കെ ചലനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്, അതുപോലെ തന്നെ ചലനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ ക്ലാസ്സുകളിലും നമ്മൾ എടുത്തിട്ടുണ്ട്. 2-3 ചാപ്റ്റേഴ്സ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചലന സമവാക്യങ്ങൾ, അതുപോലെ തന്നെ ചലന നിയമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചലനത്തിനൊപ്പം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. ഭൂമിയിലുള്ള വസ്തുക്കളിൽ ചലിക്കാത്തവ ഏതെല്ലാമാണ്? കെട്ടിടങ്ങൾ, പാറകൾ, പർവ്വതങ്ങൾ എന്നിവയൊക്കെ ചലിക്കോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും വീട് അവിടെ കാണില്ലല്ലോ. അശ്വതിയുടെ പ്രതികരണം ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അല്ലേ നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട് അവിടെ കാണേണ്ടതല്ലല്ലോ എന്നൊക്കെയാണ് ആര് പറയുന്നത്, ഒരു കുട്ടി പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ട് അല്ലേ. എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഏതെല്ലാം ചലനങ്ങളാണ് അറിയുന്നത്? ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണം അറിയാം അല്ലേ. ഭ്രമണം, പരിക്രമണം എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1677 കിലോമീറ്റർ വേഗത്തിലാണ്. ഭൂമി സ്വയം തിരിയുന്നത് എവിടെയാണ്? ഭൂമി സ്വയം തിരിയാണ് ചെയ്യുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ് കറങ്ങുന്നത്. ഇനി സൂര്യനെ ചുറ്റുന്നതോ? സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,00,000 സംതിങ് ആണ് കേട്ടോ. 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? എവിടെ ചുറ്റുന്നത്? സൂര്യനെ ചുറ്റുന്നത് കേട്ടോ. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ 1677 കിലോമീറ്ററും, എന്നാൽ സൂര്യനെ ചുറ്റുന്നത് ഏത് പരിക്രമണമല്ലേ പറയുന്നത്? എത്രയാണ്? 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. ഒരിടത്തിരിക്കുമ്പോൾ നാം പോലും അപ്പോൾ എത്ര വേഗമാണ് ചലിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഭൂമിയുടെ മണിക്കൂർ കണക്ക് പറയുന്നത് കേട്ടോ. ഭൂമി സ്വയം തിരിയുന്നതും അതുപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയും കുറിച്ച് പറയുന്നത്. ഇനി ചലനം ശരീരത്തിനുള്ളിലുണ്ടോ? ഉണ്ട് അല്ലേ. ചലനം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ഹൃദയം ഇടിക്കുന്നതൊക്കെ എന്താണ്? ഒരു ചലനം തന്നെയാണ്. അതുപോലെ തന്നെ രക്തം പോകുന്നുണ്ട് അല്ലേ. രക്തം ഒഴുകി പോകുന്നതൊക്കെ എന്താണ്? ചലനത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ രക്തപര്യനൊക്കെ എന്തിൽ വരും? ചലനത്തിൽ വരും അല്ലേ. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് നോക്കിയേ, ഹൃദയമിടിപ്പ് വരുന്നതും എന്തിലാണ്? ചലനത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ചലനം ചുറ്റും മാത്രമല്ല നമ്മുടെ ശരീരത്തിനുള്ളിലും ചലനം നടക്കുന്നുണ്ടെന്ന് അല്ലേ. ഇനി നമുക്ക് വായുവിൻ്റെ ചലനം നമുക്കറിയാമല്ലോ. ഒരു പേപ്പർ എടുത്ത് വീശുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? വായുവിൻ്റെ ചലനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കടലിൽ എടുത്ത് പോയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരകളിൽ നിന്നും തിരകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്? കടൽ തീരത്തിരിക്കുമ്പോൾ വായുവിൻ്റെ ചലനം അവിടെയും അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് വായുവിൻ്റെ ചലനം നമുക്ക് അറിയുന്നുണ്ട്. നമ്മൾ ഒരു പേപ്പർ എടുത്ത് വീശുമ്പോഴും അതുപോലെ തന്നെ കടൽ തീരത്തിരിക്കുമ്പോഴൊക്കെ എന്തറിയുന്നുണ്ട്? വായുവിൻ്റെ ചലനം നമുക്ക് അറിയുന്നുണ്ട്. ഇനി ബലവും ചലനവും തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോ, എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ഒരു ഗോലി എടുത്തിട്ട് ഒരു പളുങ്ക് അല്ലേ, പളുങ്കെന്ന് പറയാം, ഗോലി എന്ന് പറയാം, ഗോലിക്കായ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പന്തൊക്കെ എടുത്ത് ഉരുട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു ബലം പ്രയോഗിക്കുക അല്ലേ ചെയ്യുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് ജസ്റ്റ് തൊടാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒരു ചെറിയൊരു ബലം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? ആ ഒരു വസ്തു എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു അവിടെ സ്റ്റോപ്പാണ് ചെയ്തത്. അതല്ല നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് ദിശ മാറ്റി കൊടുക്കുകയെന്ന് വിചാരിക്കും. ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് തടഞ്ഞിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ദിശ മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് നമുക്കിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ബലവും ചലനവും തമ്മിൽ എന്തുണ്ടെന്ന് ഒരു സാമ്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് നമുക്ക് ചലിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുവാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ പറ്റില്ലേ. അതായത് നമ്മളൊരു വസ്തു വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബലം പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ചലിപ്പിക്കാം. അതായത് ഒരു പന്ത് അവിടെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാം? ഒരു തട്ടുക അല്ലേ. അപ്പോൾ ഒരു ബലമല്ലേ പ്രയോഗിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ചലനാവസ്ഥയിലായി. ഇനി അതെല്ലാം ഒരു പന്തിങ്ങനെ ഉരുട്ടി വേറാണ്. അതായത് അവിടെ ചലനാവസ്ഥയിലാണ് ഓൾറെഡി. നമ്മൾ അതിനെന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് തൊട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് നിശ്ചലമാവാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് മനസ്സിലായി? ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ചലനത്തിൻ്റെ ദിശ മാറ്റുവാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനും ബലം പ്രയോഗിക്കാം. എന്താണ് പറഞ്ഞത്? ചലനത്തിൻ്റെ ദിശ മാറ്റുവാനും അതുപോലെ തന്നെ ചലനവേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും? ബലം പ്രയോഗിക്കണം അല്ലേ.
ഇനി ചലനം പല വിധത്തിലുണ്ട്. ചലനം എന്തുണ്ട്? പല വിധത്തിലുണ്ട് അല്ലേ? നമ്മളൊരു സ്കെയിൽ വരച്ചിട്ട് കോമ്പസ് കൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെ എന്താണ്? ഒരു ചലനം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നേർരേഖാ ചലനമാണ് അല്ലേ? ഇനി കോമ്പസ് വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ വർത്തുള ചലനമാണ്. അപ്പോൾ അങ്ങനെ പല ചലനങ്ങളും നടക്കുന്നുണ്ട്. നോക്കി ഇവിടെ നോക്കി കുറച്ച് ചലനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വർത്തുള ചലനമാണ് നടക്കുന്നത് അല്ലേ? ഇനി പമ്പരം കറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നത്? സ്വയം അച്ചുതണ്ടിലാണല്ലോ കറങ്ങുന്നത്. ഈ സെയിം അച്ചുതണ്ടിൽ തന്നെയാണ് അത് കറങ്ങുന്നത് അല്ലേ? ആ പമ്പരത്തിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കാരണം എന്തെന്ന് പറയാം? അതിനെ ഭ്രമണം എന്ന് പറയാം. അതുപോലെ തന്നെ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് എന്താണ്? നേർരേഖാ ചലനമാണ് അല്ലേ? നേർരേഖാ ചലനമാണ്. ഇനി വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് എന്താണ്? വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് എന്താണ്? വർത്തുള ചലനമാണ്. ലിഫ്റ്റ് ഉയരുന്നതോ? നേർരേഖാ ചലനമാണ്. അതുപോലെ തന്നെ വൃത്തപാതയിലൂടെ കഴുത്തീവണ്ടി ഓടുന്നത് എന്താണ്? വക്രരേഖാ ചലനമാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ചലനങ്ങളും ഉണ്ട്. ഇപ്പം നോക്കിയേ, ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് പെൻസിൽ കൂർപ്പിക്കുന്നത് പോലെ തന്നെയാണല്ലോ പമ്പരം കറങ്ങുന്നത്. അതുപോലെ തന്നെ എന്താണ്? കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് പോലെയാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത്. അതുപോലെ തന്നെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നത്. ഇത് നേർരേഖ ചലനത്തിന് എക്സാമ്പിളാണ് മാമ്പഴം ഞെട്ടിട്ട് വീഴുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ചലനങ്ങളും ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഇതൊക്കെ എന്താണ്? ചലനത്തിന് എക്സാമ്പിളാണ്. ഏതു തരം ചലനമാണെന്ന് ഇവിടെ പറയുന്നില്ല, പറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് വരുന്നുള്ളൂ ആ പോയിന്റ്. അതായത് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെയാണെന്ന് പറയുന്നത് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെയാണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണെങ്കിലോ ഭ്രമണമാണ് അല്ലേ? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ പെൻസിൽ നമ്മൾ ഷാർപ്പനറോട് നമ്മൾ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനെന്ത് പറയാം? ഭ്രമണമാണെന്ന് പറയും. അല്ലെങ്കിൽ പമ്പരം കറങ്ങുന്നത് എന്താണ്? ഭ്രമണമാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തിനുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞല്ലോ? വൃത്തപാതയിലൂടെ ഇങ്ങനെ കഴുത്തീവണ്ടി നീങ്ങുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊരു എന്താണ്? വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചലനങ്ങൾ മനസ്സിലായല്ലോ? നേർരേഖാ ചലനം, ഭ്രമണം, അതുപോലെ തന്നെ വർത്തുള ചലനം. ഭൂമി സ്വയം കറങ്ങുന്നത്, ഭൂമി സ്വയം അച്ചുതണ്ടിലാണ് കറങ്ങുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഭൂമിയുടെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എന്താണ്? ഭ്രമണമാണ് അല്ലേ? ഇനി ചലനം ഇങ്ങനെയും, അതായത് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു നിശ്ചിത സമയം ഉണ്ടായിരിക്കും അല്ലേ? ഒരു ടൈമിനുള്ളിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ ഊഞ്ഞാലാണെങ്കിലോ അതുപോലെ തന്നെ അല്ലേ? ഒരു ടൈമിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരും. അതുപോലെ തൂക്കിയിട്ട് തൂക്ക് വിളക്കുന്ന ചലനം എന്നിവയൊക്കെ എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ്? ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പോകുന്ന ചലനങ്ങളെയാണ് എന്ത് പറയുന്നത്? ഡോലനം എന്ന് പറയുന്നത്. അതായത് വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം അല്ലെങ്കിൽ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം? ദോലനം എന്ന് പറയും അല്ലേ? അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ വൈപ്പറില്ലേ, നമ്മൾ കാറിലൊക്കെ ഉണ്ടാകുന്ന വൈപ്പറിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ദോലനം തന്നെയാണ്. ഇനി നമ്മൾ ട്യൂണിങ് ഫോർക്ക് വെച്ചിട്ട്, നമ്മൾ ട്യൂണിങ് ഫോർക്കിൻ്റെ ഒരു ചെറിയൊരു ഹാമർ ഉണ്ടായിരിക്കില്ലേ, അത് വെച്ച് അടിച്ചിട്ട് നമ്മൾ കുറച്ചൊന്നും കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമ്പോൾ അവിടെ വൈബ്രേഷൻ ഉണ്ടാവുന്നത് കാണാം അല്ലേ? അപ്പോൾ ഈ വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഇനി ഇവിടെ പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ദ്രുതഗതിയിലുള്ള പെട്ടെന്നുള്ള ചലനങ്ങളെയാണ്, പെട്ടെന്നുള്ള ദോലനങ്ങളെയാണ് എന്ന് പറയുന്നത് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ട്യൂണിങ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക, വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുക, മെറ്റൽ സ്കെയിലിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്തെ വിരൽ കൊണ്ട് തട്ടുക എന്നിവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കമ്പനത്തിന് എക്സാമ്പിളാണ്. ഇപ്പം നമുക്കിവിടെ കുറേ ചലനങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ചെണ്ടയുടെ ഡയഫ്രത്തിൻ്റെ ചലനം എന്താണ്? ദോലനമാണ് അല്ലേ? ചെണ്ടയുടെ ഡയഫ്രത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ദോലനമാണ്. ഇനി കറങ്ങുന്ന കസാര എന്ന് പറയുന്നത് എന്താണ്? കറങ്ങുന്ന കസാര എന്ന് പറയുന്നത് സ്വയം അച്ചുതണ്ടിൽ തന്നെയാണ് അല്ലേ കറങ്ങുന്നത്. അപ്പോൾ നമുക്കെന്ന് പറയാം? ഭ്രമണം എന്ന് പറയാം. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം എന്ന് പറയുന്നത് എന്ത് ചലനമാണ്? ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം എന്ന് പറയുന്നത് ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് വർത്തുള ചലനത്തിലൂടെയാണല്ലോ. അതാണെങ്കിൽ നമുക്ക് പറയാം ഭ്രമണമാണെന്നും പറയാം അല്ലേ? സ്വയം ഒരു ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കറങ്ങുന്നത് നമുക്ക് പറയാം. അതുപോലെ തന്നെ
ചക്രം എന്ന് പറയുന്നത് എന്താണ്? തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്ന് പറയുന്നത് വർത്തുള്ള ചലനമാണ് അല്ലേ. പിന്നെ എന്താണ്? ഊഞ്ഞാൽ എന്ന് വെച്ചാൽ ദോലനമാണ്. ലിഫ്റ്റ് ആണെങ്കിലോ നിറയുക ചലനമാണ്. വീണയിലെ കമ്പി നമ്മൾ പറഞ്ഞല്ലോ വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനമാണ്. പൊടിമില്ലിലെ ചക്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പൊടിമില്ലിലെ ചക്രങ്ങൾ എന്ന് പറയുന്നതും കറങ്ങാണ് അല്ലേ, സ്വയം കറങ്ങാണ് ചെയ്യുന്ന വർത്തുള്ള ചലനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് എല്ലാ യന്ത്രഭാഗങ്ങളും കണക്റ്റഡ് ആണ് അല്ലേ. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ഇനി ഇവിടെ പറയുന്നത്. അതായത് പൽചക്രങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. നമ്മൊരു സൈക്കിളിൽ പെഡൽ ചവിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെയിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് കറങ്ങും? നമ്മളുടെ ചക്രം കൂടി കറങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവം കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും ചലിപ്പിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കുവാനായിട്ട് സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിലൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൽചക്രങ്ങൾ എന്ന് പറയുന്നതും ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. അതായത് നമ്മൾ രണ്ട് പൽചക്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഈ ചെറിയ ചക്രം ഉണ്ടല്ലോ, ഈ ചെറിയ ചക്രം കറങ്ങുന്നതിനോടൊപ്പം എന്ത് സംഭവിക്കും? ഈ വലിയ ചക്രം കൂടി കറങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന ചക്രങ്ങളുണ്ട് ഈ പൽചക്രങ്ങൾ എന്ന് പറയുന്നത്. ഈ പൽചക്രങ്ങൾ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഇതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ പൽചക്രങ്ങൾ നോക്കിയേ, അടുപ്പുകളിലുള്ള നേരിയ പല്ലുകളല്ലേ ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാൻ സഹായിക്കുന്നില്ലേ. അതായത് നമുക്ക് ചെറിയൊരു പല്ലുകൾ പോലെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ഉള്ള കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഇതിനെയും കൂടി കണക്ട് ചെയ്യാനായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കറങ്ങാണെന്നുണ്ടെങ്കിൽ മറ്റേതും കൂടി കറങ്ങാണ്. അപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയ പല്ലുകളല്ലേ എന്നാണ് പറയുന്നത്. ഇത്തരം ചക്രങ്ങളെയാണ് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി കളിപ്പാട്ടങ്ങളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കളിപ്പാട്ടങ്ങളിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പൽചക്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്? ചെറിയൊരു ചാപ്റ്ററാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.